നമ്മൾ കഴിഞ്ഞ ദിവസം പലതരത്തിലുള്ള ഒഫൻസുകൾ പഠിച്ചു, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെനാൽറ്റീസും പഠിച്ചു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലാത്തവര് കഴിഞ്ഞ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സിറ്റുവേഷൻസ് വേർ ദർ ഈസ് നോ പെനാൽറ്റി. പെനാൽറ്റി ഇല്ലാത്ത സിറ്റുവേഷൻസ്. പെനാൽറ്റി ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ അവിടെ എന്ത് അറൈസ് ചെയ്യുന്നുണ്ട്? ഇൻട്രസ്റ്റ് മേ അറൈസ് ഓർ അപ്ലൈ. പെനാൽറ്റി ഇല്ല, പക്ഷെ നമ്മൾ ഗവൺമെന്റിലേക്ക് ഇൻട്രസ്റ്റ് കൂടി പേ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഏതൊക്കെയാണ് ആ ടൈപ്പ് ഓഫ് ഒഫൻസുകൾ എന്നുള്ളത് നോക്കാം. പെനാൽറ്റി ഫോർ ഇൻകറക്റ്റ് ടൈപ്പ് ഓഫ് GST. അതായത് CGST SGST കളക്ട് ചെയ്യേണ്ട സാഹചര്യത്തിൽ നമ്മൾ IGST കളക്ട് ചെയ്യാം. CGST SGST ആണ് ശരിക്കും കളക്ട് ചെയ്യേണ്ടിയിരുന്നത്, പക്ഷെ അതിന് പകരം IGST കളക്ട് ചെയ്യാം. പെനാൽറ്റി ഇല്ല, പെനാൽറ്റി ഇല്ല. അസസി എന്ത് ചെയ്താൽ മതി? കറക്റ്റ് ആയിട്ടുള്ള GST പേ ചെയ്താൽ മതി. ഇനി എക്സസ് ആയിട്ട് എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ട് ചെയ്തെടുക്കാനുള്ള റൈറ്റും അസസിക്കുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് പെനാൽറ്റി ഇല്ലാതെ? അയാൾ ചെയ്യാതിരുന്നില്ല, GST അടയ്ക്കാതിരുന്നില്ല, GST കളക്ട് ചെയ്തിട്ട് അത് ഗവൺമെന്റിലേക്ക് പേ ചെയ്യാതിരുന്നില്ല. പേ ചെയ്തു, പക്ഷെ ഒന്ന് മാറിപ്പോയി. CGST SGSTക്ക് പകരം IGST പേ ചെയ്തു. സോ പെനാൽറ്റി ഇല്ല, കറക്റ്റ് ആയിട്ടുള്ള GST പേ ചെയ്താൽ മതി. IGST ആണെങ്കിൽ IGST, CGST SGST ആണെങ്കിൽ CGST SGST പേ ചെയ്താൽ മതി. ഇനി എക്സസ് ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ട് ചെയ്തെടുക്കാനുള്ള റൈറ്റും ആർക്കുണ്ട്? അസസിക്കും. ഓക്കെ, രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പെനാൽറ്റി ഫോർ ഇൻകറക്റ്റ് ഫയലിംഗ് ഓഫ് GST റിട്ടേൺ. GST റിട്ടേൺ ഫയൽ ചെയ്തതിൽ എന്തോ കറക്ഷൻ ഉണ്ട്, ഇൻകറക്റ്റ് ആയിട്ടുള്ള റിട്ടേൺ ആണ് ഫയൽ ചെയ്തിരിക്കുന്നത്. പെനാൽറ്റി ഇല്ല, ഇയാള് ഫയൽ ചെയ്യാതിരുന്നില്ലല്ലോ, പ്രോപ്പർ ടൈമിലും ചെയ്തു, ഡ്യൂ ഡേറ്റിന് മുമ്പേ ഫയൽ ചെയ്തു. ഓക്കെ, അതൊക്കെ ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ പെനാൽറ്റി കൊടുക്കുന്നില്ല അവർക്ക്. പക്ഷേ എന്തെങ്കിലും ഷോർട്ട് ഫോൾ ഉണ്ടെങ്കിൽ, എമൗണ്ട് അടച്ചതിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവായ എമൗണ്ടിനോടൊപ്പം നമ്മൾ 18% ഇൻട്രസ്റ്റ് കൂടി ചെയ്യേണ്ടി വരും, ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടി വരും. പറഞ്ഞാൽ മനസ്സിലായോ? GST റിട്ടേൺ ഫയൽ ചെയ്തതിൽ ഷോർട്ട് ഫോൾ വന്നിരിക്കുന്നത്, എമൗണ്ടിന് ഷോർട്ട് ഫോൾ വന്നിരിക്കുന്നു. അപ്പൊ ആ ഷോർട്ട് ഫോൾ ആയിട്ടുള്ള എമൗണ്ടും പ്ലസ് അതിന്റെ 18% ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും. അടുത്ത സിറ്റുവേഷൻ പെനാൽറ്റി ഫോർ ഡിലേ ഇൻ പേയ്മെന്റ് ഓഫ് ഇൻവോയ്സ്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു, പക്ഷെ അതിന്റെ പേയ്മെന്റ് സ്വീകരിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പഠിച്ചപ്പോൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേയ്മെന്റ് 180 ദിവസത്തിനകത്ത് ബയർ, റെസിപ്പിയന്റ്, സപ്ലയറിന് കൊടുത്തിരിക്കണം. പേയ്മെന്റ് അടച്ചിട്ടുണ്ടാവണം, അല്ലെ? അതായത് 6 months അടച്ചില്ല എങ്കിൽ ITC ക്ലെയിം ചെയ്തുവെങ്കിൽ അത് റിവേഴ്സ് ചെയ്യേണ്ടി വരും. വാങ്ങിയെന്ന് പറഞ്ഞ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, പർച്ചേസ് ചെയ്തതിന് ഇൻപുട്ട് ടാക്സ് നമ്മൾ അടച്ചിട്ടുണ്ട്, അത് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് റിവേഴ്സ് ചെയ്യേണ്ടി വരും. 180 days നമ്മൾ പഠിച്ചാണ്. 180 daysനുള്ളിൽ പേയ്മെന്റ് സപ്ലയറിന് കൊടുത്തില്ല എങ്കിൽ റിവേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. പെനാൽറ്റി ഒന്നും ഇല്ല ഇവിടെ, നോ അതർ പെനാൽറ്റീസ്. ഓക്കെ, ദെൻ പെനാൽറ്റി ഫോർ റോങ്ഫുള്ളി ചാർജിങ് GST റേറ്റ്. GST റേറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ്. ഹയർ GST റേറ്റ് ചാർജ് ചെയ്യുന്ന സാഹചര്യം, അല്ലെ? ആ അഡീഷണൽ GST ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം, ഇല്ലെങ്കിൽ പെനാൽറ്റി ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. ഇനി ചാർജിങ് ലോവർ റേറ്റ് ആണെങ്കിലോ, അതായത് 28% ചാർജ് ചെയ്യേണ്ടത് നമ്മൾ എത്ര ചാർജ് ചെയ്യുന്നുള്ളൂ? 9% ചാർജ് ചെയ്യുന്നുള്ളൂ. 9% CGSTയും 9% SGSTയുമേ ചാർജ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അതായത് 18% ചാർജ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അവിടെ ഷോർട്ട് ഫോൾ വന്നിട്ടുണ്ട്, അല്ലെ? ഷോർട്ട് ഫോൾ വന്നിട്ടുണ്ട്. സോ ആ ഷോർട്ട് ഫോൾ എമൗണ്ടും പ്ലസ് 18% ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതാണ് സാധ്യത. ഒരു 1000 രൂപയാണ് ഷോർട്ട് ഫോൾ വന്നിരിക്കുന്നതെങ്കിൽ ആ 1000 പ്ലസ് 18% ഓഫ് 1000 ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കൊരു 2 എക്സാമ്പിൾസ് നോക്കാം. 2 ഇലിസ്ട്രേഷൻസ്, അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലിസ്ട്രേഷൻസ് തന്നെയാണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ഇലിസ്ട്രേഷൻസ് തന്നെയാണ്. നോക്കിയേ, ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കണം, നന്നായിട്ട് വായിക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കും. മിസ്റ്റർ അലോക് രജിസ്റ്റേർഡ് സപ്ലയർ ആണ്. മിസ്റ്റർ അലോക് എന്ന് പറയുന്ന ആള് രജിസ്റ്റേർഡ് സപ്ലയർ ആണ്. അയാൾ ടാക്സബിൾ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആളാണ്. അയാൾ GSTR 3B ഫയൽ ചെയ്തു. സമ്മറി റിട്ടേൺ ആണ്, അതായത് സെയിലും പർച്ചേസും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്ത് എത്രയാണെന്നും നെറ്റ് ടാക്സ് ലയബിലിറ്റി എത്രയാണെന്നുള്ളതൊക്കെ ഈ GSTR 3B ഉണ്ടായിരിക്കും. സമ്മറി റിട്ടേൺ ആണ്. ഇത് ഫയൽ ചെയ്തു. ഏത് മാസത്തെ സെയിൽസിന്റെ ഫയൽ ചെയ്തേ?
ജാനുവരി നടന്ന സെയിൽസിന്റെ ആണ് ഫയൽ ചെയ്തത്. ശ്രദ്ധിക്കുക, ജാനുവരിയിലെ സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 20th ആണ്. ഫെബ്രുവരി 20th ആണ്. ഓക്കെ, ജാനുവരിയിലെ സെയിൽസിന്റെ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡേറ്റ്, ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 20th ആണ്. ഫെബ്രുവരി 20th കഴിഞ്ഞാണ് ഇയാൾ പേ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും. നമ്മളത് പറഞ്ഞതാണ്. ഡിലേ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ 18% ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, അപ്പൊ ഇയാള് ഇവിടെ എന്താ ഇയാൾ ചെയ്തിരിക്കുന്നത്? ജാനുവരിയിലെ സെയിൽസിന്റെ GSTR 3B ഫയൽ ചെയ്തിരിക്കുന്നത് 15th ഏപ്രിലാണ്. കണ്ടോ, ഏപ്രിൽ 15th ഇയാള് GSTR 3B ഫയൽ ചെയ്തിരിക്കുന്നത്. സോ ലേറ്റ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ദ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂ ഡേറ്റ് ടു ഫയൽ ദ സെഡ് GSTR 3B 20th ഫെബ്രുവരി. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, 20th ഫെബ്രുവരി ആണ് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഡ്യൂ ഡേറ്റ്. ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരിയിലെ മാസത്തെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 20th ഫെബ്രുവരി ആണ്. ദ എമൗണ്ട് ഓഫ് നെറ്റ് GST പേയബിൾ ഇൻ ക്യാഷ്, എമൗണ്ട് ഓഫ് നെറ്റ് GST പേയബിൾ നമുക്ക് തന്നിട്ടുണ്ട് 36,500 which was paid on 15th April. കണ്ടോ, നെറ്റ് GST പേയബിൾ ഇയാൾ പേ ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാ, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള 3B ഫയൽ ചെയ്ത ആ ഡേറ്റിൽ തന്നെ പേയ്മെന്റും അടച്ചിട്ടുണ്ട്, GST അടച്ചിട്ടുണ്ട്. Briefly explain the related provisions and compute the amount of interest payable under the CGST Act. നമ്മുടെ പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഇയാൾ പേയ്മെന്റ് നടത്തിയിരിക്കുന്നത്, GSTR 3B ഫയൽ ചെയ്തിരിക്കുന്നത്. സോ ഇൻട്രസ്റ്റ് വരും. ഓക്കെ, ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഇൻ കേസ് ഓഫ് ഡിലേഡ് പേയ്മെന്റ് ഓഫ് ടാക്സ് അറ്റ് 18%. 18% ആണല്ലോ ഇൻട്രസ്റ്റ്. പേയ്മെന്റ് ഓഫ് ടാക്സ് ഡിലേ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും. 18% ആണ് ഇൻട്രസ്റ്റ് വരിക. ആനം പെർ ആനം ഫ്രം ദ ഡേറ്റ് ഫോളോയിങ് ദ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ടു ദ ആക്ച്വൽ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ടാക്സ്. അപ്പോ ഞാൻ ഒന്നുകൂടെ പറയാണ്, ഈയിടെ ജാനുവരിയിലാണ് സെയിൽസ് നടക്കുന്നത്, അതിന്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 20th ഫെബ്രുവരിയാണ്. അതായത് നെക്സ്റ്റ് 20th, നെക്സ്റ്റ് മന്ത് 20th. പക്ഷെ ഇയാള് അന്ന് ചെയ്യുന്നില്ല. അയാൾ ചെയ്യുന്നത് എന്നാണ്? ഏപ്രിൽ 15th റിട്ടേണും ഫയൽ ചെയ്യുന്നു, അതുപോലെ തന്നെ പേയ്മെന്റും അടങ്ങി. ഓക്കെ, അപ്പൊ ഡിലേ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് എന്തും മാത്രം ഇൻട്രസ്റ്റ് അടയ്ക്കണം. അതെങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ? ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ, അതായത് 21st ഫെബ്രുവരി മുതൽ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. 21st ഫെബ്രുവരി മുതൽ അന്ന് വരെ അവർക്ക് സമയമുണ്ട് അല്ലെ. ജാനുവരിയിൽ സെയിൽസ് നടക്കുന്നു, അതിന്റെ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 20th ഫെബ്രുവരിയാണ്. അവിടെ വരെ അവർക്ക് എന്ത് ചെയ്യേണ്ട, ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട കാര്യമില്ല. ഇതാണ് പ്രിസ്ക്രൈബ്ഡ് ഡ്യൂ ഡേറ്റ്. പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന ദിവസം, 1ാമത്തെ ദിവസം, 21ാമത്തെ ദിവസം വരെ നമ്മൾ ആഡ് ചെയ്യണം. അയാൾ അടയ്ക്കുന്ന ഡേറ്റ് എന്നാണ് തന്നിട്ടുണ്ട്, 15th ഏപ്രിൽ അല്ലെ. GSTR 3B ഫയൽ ചെയ്യുന്ന ഡേറ്റും അടയ്ക്കുന്ന ഡേറ്റും നമുക്ക് ദിവസം തന്നിട്ടുണ്ട്, 15th ഏപ്രിൽ. അന്ന് വരെ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കാം. 21st ഫെബ്രുവരി മുതൽ 15th ഏപ്രിൽ വരെ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കാം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 54 ദിവസമാണ് ഉണ്ടാവുക. സോ നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. മൊത്തം അടയ്ക്കേണ്ട GST എന്ന് പറയുന്നത് 36,500 ആണ്. അതിന് 18% എന്ത് വരും? ഇൻട്രസ്റ്റ് വരും. സോ ആ കിട്ടുന്നതെന്ന് പറയുന്നത് 365 ദിവസത്തിന്റെയാണ്. നമ്മൾ 54 ദിവസത്തിന് എത്ര എന്നുള്ളത് കാണണം. അതിനെന്ത് ചെയ്യണം? 54/365 ചെയ്യാം. സോ 972 രൂപ വരും ഇൻട്രസ്റ്റ്. അങ്ങനെ മൊത്തം എത്ര പേ ചെയ്യേണ്ടി വരും? 36,500 പ്ലസ് ഇൻട്രസ്റ്റ് 972 രൂപ പേ ചെയ്യേണ്ടതായിട്ട് വരും. 36,500 പ്ലസ് 972 രൂപ ഇൻട്രസ്റ്റ് കൂടി പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, GST പ്ലസ് ഇൻട്രസ്റ്റ്. ക്ലിയർ ആയോ? ഡ്യൂ ഡേറ്റ് എന്നാണോ അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ദിവസം മുതൽ അയാൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരും. എന്ന് വരെ, എത്ര ദിവസം വരെ? അയാൾ എന്നാണോ പേ ചെയ്യുന്നത് അന്ന് വരെയുള്ള ഡേയ്സ് എടുക്കാം. 15th ഏപ്രിലാണ് പേ ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ അന്ന് വരെയുള്ള ഡേയ്സ് എന്ന് പറയുമ്പോൾ 54 ദിവസം വരും. അതിനനുസരിച്ച് 54 ദിവസത്തെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു വായിക്കണേ. ഇലസ്ട്രേഷൻ നമ്പർ 2. MS ABC Limited have filed their GSTR 3B for the month of July within the due date prescribed under section 39. അതായത് ഞാൻ ഇവിടേക്ക് കാണിച്ചു തരാം, മുകളിലേക്ക് കാണിച്ചു തരാം. തുടച്ചോട്ടെ, ഇച്ചിരി സ്പേസേ ഉള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യാം.
സെയിൽസ് നടക്കുന്നത് എന്താണ്? ജൂലൈയിലാണെന്ന് പറയുന്നുണ്ട്. സോ അതിന്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്തായിരിക്കും? ജൂലൈയിലാണെങ്കിൽ, സെയിൽസ് നടക്കുന്നത് ജൂലൈയിലാണെങ്കിൽ ഓഗസ്റ്റ് 20th അല്ലെ? ഓഗസ്റ്റ് 20th. അയാൾ വിതിൻ ഡ്യൂ ഡേറ്റ് GSTR 3B ഫയൽ ചെയ്യുന്നുണ്ട്, മിടുക്കനാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. പോസ്റ്റ് ഫയലിംഗ് ഓഫ് ദി റിട്ടേൺ, അതാണ് എന്തോ പ്രശ്നം വരുന്നുണ്ട്. റിട്ടേൺ ഫയൽ ചെയ്തതിനു ശേഷം ആ രജിസ്റ്റേർഡ് പേഴ്സൺ, ആ അസസി നോട്ടീസ് ചെയ്യപ്പെടുകയാണ്, എന്തോ കണ്ടുപിടിക്കപ്പെടുകയാണ്. ഡ്യൂറിംഗ് സെപ്റ്റംബർ 2000, സെപ്റ്റംബറിലാണ്, ആഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിലാണ് റിട്ടേൺ ഫയൽ ചെയ്തതിനു ശേഷമാണ് ഇവിടെ സെപ്റ്റംബറിൽ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാവുന്നത്. എന്താ മനസ്സിലാവുന്നത്? ദാറ്റ് ടാക്സ് ഡ്യൂസ് ഫോർ ദ മന്ത് ഓഫ് ജൂലൈ, ജൂലൈയിലെ സെയിൽസിന് നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് ഷോർട്ട് പെയ്ഡ് ആണ്, 40,000 രൂപ കുറച്ചാണ് അടച്ചിരിക്കുന്നത്. GST നമ്മൾ പേ ചെയ്തു, റിട്ടേൺ ഫയൽ ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷെ സെപ്റ്റംബറിൽ അയാൾ ചെക്ക് ചെയ്തപ്പോൾ അയാൾക്ക് മനസ്സിലാവാണ് 40,000 രൂപ കുറച്ചാണ് അടച്ചിരിക്കുന്നത്. സോ അയാൾ എന്ത് ചെയ്തു? ABC ലിമിറ്റഡ് ഹാസ് പെയ്ഡ് ദ എബോവ് ഷോർട്ട് ഫോൾ എമൗണ്ട് ഓഫ്, അയാൾ അത് അടച്ചു കേട്ടോ, 40,000 അടച്ചു. എന്നാ അടച്ചേ? സെപ്റ്റംബർ മാസത്തെ സെയിലിന്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട എന്നായിരിക്കും? ഒക്ടോബറിലായിരിക്കും, 20th ഒക്ടോബറിൽ. അന്നാണ് ഫയൽ ചെയ്തേക്കുന്നത്, അന്നാണ് ആ ഷോർട്ട് ഫോൾ എമൗണ്ട് പേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, 40,000 ആള് പേ ചെയ്തു. പേ ചെയ്തത് സെപ്റ്റംബർ മാസത്തെ സെയിലിന്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റിൽ, അതായത് 20th ഒക്ടോബറിൽ. അയാള് ത്രൂ ക്യാഷ് ലെഡ്ജർ 30,000 അടച്ചിട്ടുണ്ട്, ക്രെഡിറ്റ് ലെഡ്ജർ 10,000 അടച്ചിട്ടുണ്ട്. അതിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല, നിലവിലില്ല. അതിന്റെ ആവശ്യം നിലവിലില്ല, കാരണം അയാൾ ഡ്യൂ ഡേറ്റിൽ, വിതിൻ ഡ്യൂ ഡേറ്റ് അയാൾ പേ ചെയ്തുകൊണ്ട്, GSTR 3B പേ അല്ല ഫയൽ ചെയ്തുകൊണ്ട് ഈ ഒരു സംഗതിയുടെ ആവശ്യം നമുക്ക് നിലവിലില്ല. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? വിതിൻ ദ ഡ്യൂ ഡേറ്റ് അയാൾ GSTR 3B ഫയൽ ചെയ്തത് കൊണ്ട് ഈ കാര്യം നിങ്ങളിപ്പോ മൈൻഡ് ചെയ്യണ്ട, ഇത് മാത്രം മതി നമുക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയാമോ ഇവിടുത്തെ ആ ഡിലേ വന്ന ഡേയ്സ് എത്രയാണെന്നുള്ളത്? ഡിലേ വന്ന ഡേറ്റ് എത്രയാണെന്നുള്ളത്, ഡേയ്സ് എത്രയാണെന്നുള്ളത്? അത് 40,000 നമ്മൾ പേ ചെയ്യേണ്ടത് എന്നായിരുന്നു? ഇവിടെ ആയിരുന്നു അല്ലെ? ഡ്യൂ ഡേറ്റ് ആയിട്ടുള്ള ഓഗസ്റ്റ് 20th നമ്മൾ അവസാനമായിട്ട് പേയ്മെന്റ് നടത്തണമായിരുന്നു. ആ ഷോർട്ട് ഫോൾ എല്ലാം മീറ്റ് ചെയ്യണമായിരുന്നു, പക്ഷെ മീറ്റ് ചെയ്തില്ല. സോ നെക്സ്റ്റ് ഡേ മുതൽ, അതായത് 21st ഓഗസ്റ്റ് മുതൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 21st ഓഗസ്റ്റ് മുതൽ കാൽക്കുലേറ്റ് ചെയ്യണം. അന്ന് മുതൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. എന്ന് വരെ അയാൾ അടയ്ക്കുന്നത് എന്നാ? ഇത് സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റിൽ അല്ലെ? സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുമ്പോൾ ഒക്ടോബർ 20th. അന്ന് മുതൽ, അത് 21st ഓഗസ്റ്റ് മുതൽ 20th ഒക്ടോബർ വരെ 61 ദിവസമുണ്ട്. 61 ദിവസം. GSTR 3B വിതിൻ ഡ്യൂ ഡേറ്റ് ഫയൽ ചെയ്തുകൊണ്ട് നമുക്ക് 40,000 ഡയറക്റ്റ് എമൗണ്ട് എടുക്കാം. ഷോർട്ട് ഫോൾ ആയിട്ട് വന്ന ഡയറക്റ്റ് 40,000 എടുക്കാം. അതിന്റെ 18% ഇൻട്രസ്റ്റ് എത്ര ദിവസത്തെ കാണുക? 61 ദിവസത്തെ കാണുക. 1,203 രൂപ വരും ഇൻട്രസ്റ്റ്. സോ 40,000 പ്ലസ് 1,203 രൂപ, അതായത് GST പ്ലസ് ഇൻട്രസ്റ്റ് അയാൾ ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി അയാള് ജൂലൈ മാസത്തെ റിട്ടേൺ ഓഗസ്റ്റ് 20th ഫയൽ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അതാണ് ഇവിടെ റീവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവര്, റീവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് വുഡ് ബി യുവർ ആൻസർ ഇഫ് GSTR 3B ഫോർ ദ മന്ത് ഓഫ് ജൂലൈ, അതായത് GSTR 3B ജൂലൈ മാസത്തെ സെയിൽസിന്റെ GSTR 3B അവർ ഫയൽ ചെയ്യുന്നത് 20th ഒക്ടോബറിലാണെങ്കിൽ, 20th ഒക്ടോബറിലാണെങ്കിൽ എന്താണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷനുള്ള വ്യത്യാസം? അവിടെ വരുമ്പോ നിങ്ങൾ ഈ ക്യാഷ് ലെഡ്ജറിലെ എമൗണ്ട് എടുത്താൽ മതിയാവും. ഈ 30,000 രൂപ, 10,000 കൺസിഡർ ചെയ്യണ്ട. സോ 30,000 ഇൻറ്റു 18% ഇൻറ്റു 61/300. ഡേയ്സിലൊന്നും വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഡിലേ വന്ന ഡേയ്സ് എന്ന് പറയുന്നത് 61 ദിവസം തന്നെയാണ്. സോ 30,000 ഇൻറ്റു 18% ഇൻറ്റു 61/300, 902 രൂപ വരും. സോ 30,000 അതിന്റെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 902 രൂപയും കൂടെ അയാൾ ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതാണ് സംഗതി. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ് ലിമിറ്റഡ് ഹാസ് ദി ഫോളോയിങ് ടാക്സ് ലയബിലിറ്റീസ് അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. എക്സ് ലിമിറ്റഡിന്റെ ചില ലയബിലിറ്റീസ് ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, എക്സ് ലിമിറ്റഡിന്റെ കുറച്ച് ലയബിലിറ്റീസ്, കുറച്ച് പേയ്മെന്റുകൾ, ടാക്സ് പേയ്മെന്റുകൾ, ഇൻട്രസ്റ്റ് പേയ്മെന്റുകൾ, കുറച്ച് പെനാലിറ്റീസ്, അതൊക്കെയാണ് ഇവിടെ താഴോട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 6 എണ്ണം ഉണ്ട്. കണ്ടല്ലോ? അതവിടെ നിൽക്കട്ടെ.
എക്സ് ലിമിറ്റഡ് ഹാസ് 5 lakh in ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ഇതൊക്കെ കൊടുത്തു തീർക്കാനും മാത്രം നമ്മുടെ എക്സ് ലിമിറ്റഡിന്റെ കൈവശമുള്ള ക്യാഷ് ലെഡ്ജറിൽ ക്യാഷ് ആയിട്ടുള്ളത് 5 ലക്ഷം രൂപയാണ്. സജസ്റ്റ് എക്സ് ലിമിറ്റഡ് ഇൻ ഡിസ്ചാർജിങ് ദ ടാക്സ് ലയബിലിറ്റി. ടാക്സ് ലയബിലിറ്റിയുടെ ഡിസ്ചാർജ് എങ്ങനെ വേണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മുടെ കയ്യിലുള്ള പൈസ എത്രയാണെന്നുള്ളത് എഴുതുന്നു. എത്രയുണ്ട് ബാലൻസ് അവൈലബിൾ? 5 ലക്ഷം രൂപ അല്ലേ? ആണല്ലോ. ഓക്കെ, അതിന് നമ്മൾ ആദ്യത്തെ ഐറ്റം എന്താ? ആദ്യത്തെ എക്സ്പെൻഡിച്ചർ, ആദ്യത്തെ ലൈബിലിറ്റി എന്താണ്? ടാക്സ് ലൈബിലിറ്റി ഓഫ് CGST, SGST, UGST, IGST ഫോർ സപ്ലൈസ് മെയ്ഡ് ഡ്യൂറിംഗ് August 2000. ചില GST-കൾ കൊടുക്കാനുണ്ടായിരുന്നു. ഇതിപ്പോ CGST ആയിക്കോട്ടെ, SGST ആയിക്കോട്ടെ, UGST ആയിക്കോട്ടെ, IGST ആയിക്കോട്ടെ, നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. എന്താ പാട്? സെറ്റ് ഓഫ് ചെയ്യരുതോ? 1 ലക്ഷം കുറച്ചു. ഇൻട്രസ്റ്റ് പെനാൽറ്റി കൊടുക്കേണ്ടതാണല്ലോ. ഇൻട്രസ്റ്റും പെനാൽറ്റി എല്ലാം കൂടെ ചേർത്തൊരു 20,000 ഉണ്ട്. അതും നമുക്ക് കുറയ്ക്കരുതോ? കുറയ്ക്കാമോ? കുറയ്ക്കാം. അപ്പൊ ആദ്യം 5 ലക്ഷത്തിൽ നിന്ന് അത് രണ്ടും കുറച്ച് 1 ലക്ഷം കുറച്ചു, 20,000 കുറച്ചു, 350 ഉണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് എഴുതാം. സെപ്റ്റംബർ മാസത്തെ CGST, SGST, UGST, IGST ഉണ്ട് 1,20,000 രൂപ, അതും കുറയ്ക്കാം. സെപ്റ്റംബർ മാസത്തെ ഇൻട്രസ്റ്റ് പെനാൽറ്റി ഉണ്ട് 20,000, അതും കുറയ്ക്കാം. ഇത്രയൊന്ന് കുറച്ചേ. ബാക്കി വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞേ. എത്രയാന്ന് പറയാമോ? ബാക്കി വല്ലതും ഉണ്ടോ എന്നോട് പറ. ഞാൻ കാൽക്കുലേറ്റർ ഒന്ന് എടുത്തോട്ടെ. എടുത്തു കാൽക്കുലേറ്റർ. 5 ലക്ഷമാണ് കയ്യിലുണ്ടായിരുന്നത്. 1 ലക്ഷം ഓഗസ്റ്റ് മാസത്തിലെ CGST, SGST പോയി. ഓഗസ്റ്റ് മാസത്തിലെ ഇൻട്രസ്റ്റ് ഒരു 20,000 പോയി. സെപ്റ്റംബർ മാസത്തിലെ CGST-കളും എല്ലാം കൂടെ ചേർത്തൊരു 120 പോയി. സെപ്റ്റംബറിലെ ഇൻട്രസ്റ്റ് പെനാൽറ്റി ഒരു 20,000 പോയി. ബാക്കി വല്ലതും ഉണ്ടോ? ബാക്കി വല്ലതും ഉണ്ടോ? ബാക്കി വല്ലതും ഉണ്ടോ? 2,40,000 ആണോ? ഇനി നമ്മുടെ കയ്യിൽ 2,40,000 ഉള്ളൂ. 5 ലക്ഷം കയ്യിലുണ്ടായിരുന്നതാണ്. പല ലൈബിലിറ്റീസും സെറ്റ് ഓഫ് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 2,40,000 രൂപ. ഓക്കെ, അപ്പോ അടുത്തത് നമ്മൾ ഇതിൽ എടുക്കാത്ത ഏതുണ്ടെന്ന് നോക്കി. ദാ ഇവനാണുള്ളത് അല്ലെ? അതായത് സെക്ഷൻ 73, സെക്ഷൻ 74 നമ്മൾ പഠിച്ചതാണ്. ഫ്രോഡ് പരിപാടി എന്തോ കാണിച്ചിട്ടുണ്ട്, അതിനെന്തോ ഒരു പെനാൽറ്റി വന്നിട്ടുണ്ട്. 8 ലക്ഷം രൂപയാണ് ജൂലൈയിൽ വന്നിരിക്കുന്നത്. 8 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ എത്രയേ ഉള്ളൂ? ഇനി സോ 2,40 അങ്ങ് എടുക്കുക ഇവിടോട്ട്. ആ പേരില് 8 ലക്ഷം ഉണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇനി എത്രയേ ഉള്ളൂ സെറ്റ് ഓഫ് ചെയ്യാൻ? 8 ലക്ഷത്തിൽ വരുന്ന 2,40 ഇങ്ങോട്ട് അങ്ങ് എടുത്ത് അതങ്ങ് സെറ്റ് ഓഫ് ചെയ്യാം. ബാക്കി കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നില്ലായി പോയി. ബാക്കി ഇനി കയ്യിലൊന്നും ഇല്ല. അപ്പൊ 8 ലക്ഷത്തില് നമ്മള് 2,40,000 ഒതുക്കി. ബാക്കി എത്ര ഉണ്ട്? 5,60,000. അതിന് നമുക്ക് അടുത്ത വർഷം എല്ലാം ക്യാരി ഫോർവേഡ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ക്യാഷ് ലെഡ്ജറിൽ ഇനി ക്യാഷ് വരുമ്പോഴോ ഒക്കെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? The balance amount of 5,60,000 towards demand raised under section 73 or 74 under CGST Act to be discharged before discharging liability of demand raised under old provision. ഒരൈറ്റം കൂടെ കിടപ്പുണ്ട് ക്വസ്റ്റ്യനിൽ. ഒരു 1 ലക്ഷത്തിന്റെ കേസ്, അതായത് ഓൾഡ് പ്രൊവിഷൻ പ്രകാരം എന്തോ ഒരു പെനാൽറ്റി വന്നിട്ടുണ്ടായിരുന്നു 1 ലക്ഷം രൂപ. സോ അത് സെറ്റ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഏത് സെറ്റ് ഓഫ് ചെയ്യണമെന്നാ പറയുന്നത്? പൈസ ഉണ്ടെങ്കിൽ 560 സെറ്റ് ഓഫ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് സംഗതി. എന്തെങ്കിലും ഡൗട്ട് എവിടെങ്കിലും? ഇല്ല, മനസ്സിലായി. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, വലിയ തരത്തിലുള്ള എമൗണ്ടിന്റെ ഫ്രോഡ് പരിപാടിയാണ് കാണിക്കുന്നതെങ്കിൽ ജയിൽ പണിഷ്മെന്റും ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതെന്താന്ന് നോക്കാം.
ടാക്സ് എമൗണ്ട്, അതായത് വെട്ടിക്കപ്പെട്ട ടാക്സ് എമൗണ്ട് 1 കോടി മുതൽ 2 കോടി രൂപ വരെയാണെങ്കിൽ അപ് ടു 1 ഇയർ നമുക്ക് ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും. 2 കോടി മുതൽ 5 കോടി രൂപ വരെയാണെങ്കിൽ അപ് ടു 3 ഇയേഴ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 3 വർഷം വരെ തടവിൽ കഴിയേണ്ടതായിട്ട് വരും. എബവ് 5 crore ആണെങ്കിൽ, 5 കോടിയിൽ കൂടുതലാണ് നമ്മൾ വെട്ടിക്കപ്പെട്ട ടാക്സ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 5 വർഷം വരെ തടവ് ലഭിച്ചേക്കാം. ക്ലിയർ? ഓക്കെ. അപ്പൊ 1 കോടി മുതൽ 2 കോടി രൂപ വരെയാണെങ്കിൽ 1 വർഷം തടവ്, അല്ലെങ്കിൽ 1 വർഷത്തിനകത്ത്. 2 കോടി മുതൽ 5 കോടി രൂപ വരെയാണെങ്കിൽ 3 ഇയേഴ്സ് വരെ തടവ് ലഭിച്ചേക്കാം. 5-ൽ കൂടുതലാണെങ്കിലോ, 5 കോടിയിൽ കൂടുതലാണെങ്കിൽ അപ് ടു 5 ഇയർ, 5 വർഷം വരെ തടവ് അനുഭവിച്ചേക്കാം. ഫൈൻ ഉൾപ്പെടെയാണ്. 3 കേസിലും ഫൈനും ഉണ്ടാവും. ഫൈനോടൊപ്പമാണ് ഈ ജയിൽ ടേമുകൾ വരുന്നത് കേട്ടോ. ഫൈൻ ഇല്ലാത്ത കേസൊന്നുമില്ല. 1 കോടി മുതൽ 2 കോടി വരെയുള്ള വെട്ടിപ്പാണ് നടന്നിരിക്കുന്നതെങ്കിൽ ഫൈൻ ഉണ്ട്. 2 കോടി മുതൽ 5 കോടി വരെയുള്ള വെട്ടിപ്പാണെങ്കിൽ ഫൈൻ ഉണ്ട്. 5 കോടി കൂടുതലാണെങ്കിലും ഫൈൻ ഉണ്ട്. അഡീഷണൽ ആയിട്ടാണ് എന്തുകൂടെ ഉണ്ട്? എന്തുകൂടെ ഉള്ളത്? ജയിൽവാസം ഉള്ളത്. ക്ലിയർ ആയോ? മനസ്സിലായി. ഹൈ വാല്യൂ ഫ്രോഡ് കേസ് കണ്ടോ, കൊടുത്തിട്ടുണ്ട്. അടുത്തതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, എക്സാമിന് ചോദിക്കാറുള്ളതാണ്. A taxable person who makes an undue or excess claim of ITC. ITCക്ക് എലിജിബിൾ അല്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ എലിജിബിൾ ആയതിനേക്കാളും കൂടുതൽ ക്ലെയിം ചെയ്യുന്ന സാഹചര്യം, എന്തിനായിരിക്കും അത് ചെയ്യുക? ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ, അല്ലേ? ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാനുള്ള നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്നത്. സോ മനഃപൂർവ്വമായിട്ട് എടുക്കാൻ പാടില്ലാത്ത ITC എടുക്കുകയോ അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്നതിന്റെ കൂടുതൽ എടുക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ഉണ്ട്. ITCയുടെ കേസാണ്. 24% ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരിക. 24%. ക്ലിയർ? എക്സാമ്പിൾ നോക്കാം. MS Software Limited reduced the amount of 2 lakh from the output tax liability. കണ്ടോ, ITC 2 lakh റെഡ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത് അവരുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിന്ന്. ഇൻ കോൺട്രാവെൻഷൻ ഓഫ് പ്രൊവിഷൻ സെക്ഷൻ 42 സബ്സെക്ഷൻ 10 ഇൻ ദ മന്ത് ഓഫ് ജാനുവരി, വിച്ച് ഈസ് ഇൻഎലിജിബിൾ ക്രെഡിറ്റ്. ഇൻഎലിജിബിൾ ക്രെഡിറ്റ് ആയിട്ടുള്ള 2 lakh അവരവരുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിന്ന് കുറച്ചിരിക്കുന്നു. പറഞ്ഞു മനസ്സിലായോ? 5 lakh ആണ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. ഇൻഎലിജിബിൾ ആയിട്ടുള്ള ഒരു 2 lakh എന്ത് ചെയ്തു? അയാള് കുറച്ചു. അങ്ങനെ 3 ലക്ഷമാക്കി മാറ്റി. എന്ത്? ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. ശരിയാണോ വിഷപ്രിയെ? ശരിയാണോ? അല്ല. ചെയ്തത് ശരിയാണോ ഞാൻ ചോദിച്ചേ? ചെയ്ത പരിപാടി ശരിയാണോ ഞാൻ ചോദിച്ചത്? അല്ല, ഞാൻ ഇവിടെ ചെയ്തത് ശരിയാണോന്നല്ല, അയാള് ചെയ്ത പരിപാടി ശരിയാണോ ഞാൻ ചോദിച്ചത്. ശരിയല്ല, പരിപാടിയാണ് കാണിച്ചത് അല്ലേ? എലിജിബിൾ അല്ലാത്ത ITC 2 ലക്ഷം രൂപ അയാൾ ക്ലെയിം ചെയ്തിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഡിപ്പാർട്ട്മെന്റ് ഷോ കോസ് നോട്ടീസ് അയച്ചു. ടാക്സ് അടയ്ക്കണം എലോങ് വിത്ത് ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റിന്റെ ലൈബിലിറ്റി എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിലിവിടെ ആ ടാക്സും അതിന്റെ ഇൻട്രസ്റ്റും പേ ചെയ്യുന്ന ഡേറ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് മെയിലാണ് അയാള് GST വിത്ത് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതെന്ന് പറയുന്നു. സോ എന്ന് മുതൽ ഫസ്റ്റ് മെയ് വരെ ഫെബ്രുവരി 20th. അത് തന്നെ. ജാനുവരി സെയിൽസ് നടന്നെങ്കിൽ അതിന്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 20th ഫെബ്രുവരിയാണ്. സോ 21st ഫെബ്രുവരി മുതൽ 1st മെയ് വരെയുള്ള കാലയളവ് നോക്കുക. എത്ര ഡേയ്സ് ഉണ്ട്? ഏകദേശം 70 ഡേയ്സ് വരും. എക്സാക്ട് 70 ഡേയ്സ്. സോ എത്രയാണോ ഇൻഎലിജിബിൾ ആയിട്ടുള്ള ITC ക്ലെയിം ചെയ്തത് അത് ഇൻറ്റു അതിന്റെ 24% 70 ദിവസത്തേക്കുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര വരും? 9205 രൂപ. പറഞ്ഞ മനസ്സിലായോ?
അയാൾ ഇന്നെലിജിബിൾ ആയിട്ടുള്ള ITC ഇല്ലേ, ആ അതും തിരിച്ചടയ്ക്കണം. അതിന്റെ കൂടെ ഈ ഇൻട്രസ്റ്റ്. അതിന്റെ കൂടെ 9205 രൂപ. ഉം. അങ്ങനെ 2,09,205 രൂപ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടതായിരുന്നു. ക്ലിയർ ആയോ? ആ. സംശയമില്ലല്ലോ? ഇല്ല.